ഹലോ നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണേ. അപ്പോൾ എല്ലാവരും ഈ സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മഴതോരും മുമ്പേയുടെ അപ്കമിങ് എപ്പിസോഡിൻ്റെയൊക്കെ സ്റ്റോറി കേൾക്കാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് വെക്കുക കേട്ടോ. അതുപോലെ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. അങ്ങനെ രേവതിക്കുട്ടി റൂമൊക്കെ ക്ലീൻ ആക്കുകയാണ്, ജോമോൻ്റെ റൂമൊക്കെ ക്ലീൻ ആക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് കുറച്ച് ഇൻഫർമേഷൻ രേവതിക്കുട്ടിക്ക് കിട്ടുന്നുണ്ട്. അവിടെയുള്ള ഫോട്ടോസും ആൽബംസൊക്കെ നോക്കി അങ്ങനെ എല്ലാം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൽബം നോക്കുമ്പോൾ ഷെറിൻ്റെ ഫോട്ടോ കാണുമ്പോൾ ഷെറിനും ജോമോനും തമ്മിലുള്ള ഫോട്ടോസ് ഇങ്ങനെ കാണുകയാണ്. ഒരുപാട് സന്തോഷമാണ് രേവതിക്കുട്ടിക്ക്. ഇവർ ഭയങ്കര സ്നേഹത്തിലായിരുന്നു എന്നുള്ളത് ആ സമയത്ത് രേവതിക്കുട്ടിക്ക് മനസ്സിലാവുകയാണ്. പാവം ചേച്ചി ഇപ്പോൾ എവിടെയാണാവോ, എന്താണാവോ ചെയ്യുന്നത്, വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ രേവതിക്കുട്ടി ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചേച്ചിക്ക് ഇനി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, ചേട്ടൻ പോയതിന് ശേഷം ഭയങ്കര വിഷമമായിട്ടുണ്ടാവും, ഇനി വേറെ കല്യാണം കഴിച്ച് പോയോ, ചേട്ടനൊക്കെ മറന്നു പോയിട്ടുണ്ടാവോ എന്നുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഓരോ പേജ് മറിക്കും തോറും രേവതിക്കുട്ടിക്ക് ഭയങ്കര ഉത്സാഹം തോന്നുകയാണ്. കാരണം ആ ഷെറിൻ്റെ ഫോട്ടോ കാണുമ്പോൾ എവിടെയോ കണ്ട് നല്ല പരിചയമുള്ള മുഖം പോലെ രേവതിക്കുട്ടിക്ക് തോന്നുകയാണേ. കാരണം എന്താ വെച്ചാൽ ഷെറിൻ്റെ കണ്ണൊക്കെ കാണുമ്പോൾ ശരിക്കും നല്ല പരിചയം തോന്നുകയാണ്. അതിനൊരു റീസണും കൂടി ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. അങ്ങനെ ഫോട്ടോസൊക്കെ നോക്കുന്ന സമയത്താണ് അവിടെ ഒരു ഡയറി കിട്ടുന്നതും ആ ഡയറിയിൽ നിന്നൊരു ഇൻഫർമേഷൻ രേവതിക്കുട്ടി മനസ്സിലാക്കുകയാണ്. ഷെറിൻ ഗർഭിണിയായിരുന്നു എന്നുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ ഇവരൊരുമിച്ച് താമസിച്ചതും റിസോർട്ടിൽ പോയതും ടൂറ് പോയതൊക്കെ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ, അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ ആ ആൽബത്തിൽ ഉണ്ടായിരുന്നു. അപ്പം തന്നെ ഇവർ ഭയങ്കര ക്ലോസ് ആണ്. കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നല്ലേ ആൻറ്റി പറഞ്ഞത്, എൻഗേജ്മെൻറ്റ് മാത്രമല്ലേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഇത്രയും ക്ലോസ് ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ അവൾ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ റിസോർട്ടിൽ പോയി അവർ താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഡയറിയിൽ നിന്ന് രേവതിക്കുട്ടി ആ സത്യം മനസ്സിലാക്കുകയാണ്. ഷെറിൻ ഗർഭിണിയായിരുന്നു എന്നുള്ള സത്യം. ജോമോൻ ചേട്ടൻ മരിക്കുന്നതിന് മുൻപ് തന്നെ ഷെറിൻ ഗർഭിണിയായിട്ടുണ്ട്. ഇവർ ഒരുമിച്ച് താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഷെറിൻ ഗർഭിണിയായിരുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ്. അത് രേവതിക്കുട്ടിക്ക് ആകെ ഷോക്ക് ആവുക കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ആ ചേച്ചി പ്രസവിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആ കുഞ്ഞിപ്പോൾ എവിടെയായിരിക്കും, ചേച്ചി വേറെ വിവാഹം കഴിച്ച് പോയോ, അതോ ആ കുഞ്ഞിനെ വളർത്തുന്നുണ്ടായിരിക്കുമോ എന്നൊക്കെയുള്ള അങ്ങനെ ഒരുപാട് ചിന്തകൾ വരികയാണ്. രേവതിക്കുട്ടി പെട്ടെന്ന് തന്നെ അവിടെയൊക്കെ മൊത്തം ക്ലീൻ ആക്കിയിട്ട് മാമച്ചായനെയും ഗ്രേസമ്മയും വിളിക്കുകയാണ്. എന്നിട്ട് റൂമൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ മാമച്ചായനും ഗ്രേസമ്മയും ഇങ്ങനെ സങ്കടമുണ്ട് സന്തോഷമുണ്ട്. സങ്കടം എന്ന് വെച്ചാൽ ജോമോൻ ഇല്ലല്ലോ എന്നുള്ള സങ്കടം. ഈ റൂമൊക്കെ അതിമനോഹരമാക്കി ഇങ്ങനെ വെച്ചത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, ഒരു പോസിറ്റിവിറ്റി തോന്നുക കേട്ടോ. അതായത് ഇപ്പോൾ ഈ റൂമിലോട്ട് കയറാൻ ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അപ്പോൾ രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, താങ്ക്സ് രേവതിക്കുട്ടി, ഇത്രയും ഭംഗിയാക്കിയതിന്. ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഒരു വിഷമമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ എന്തോ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് എന്ന് പറയണേ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ആ ഇഷ്ടത്തിന് വേറൊരു കാരണം കൂടി ഉണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞ് ശരിക്കും നിങ്ങൾ ഷോക്കാകുമെന്ന് പറയണം, ഒരു സർപ്രൈസ് ആണെന്ന് പറയണേ. അപ്പോൾ എന്താ അത്, എന്താന്ന് ചോദിക്കുകയാണ് മാമച്ചായനും ഗ്രേസമ്മയും. അപ്പോൾ പറയുന്നുണ്ട്, എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി ഇവിടുന്ന്, ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയുമ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ രേവതിക്കുട്ടി ആ കാര്യം പറയുകയാണ്. ജോമോൻ ചേട്ടൻ മരിക്കുന്ന സമയത്ത് ഷെറിൻ ചേച്ചി ഗർഭിണിയായിരുന്നു എന്ന് പറയുകയാണേ. അത് കേട്ടിട്ട് മാമച്ചാനും ഗ്രേസമ്മയും ആകെ ഷോക്കാണ്. നീ എന്താ രേവതിക്കുട്ടി പറയുന്നത്, അവർ വിവാഹം പോലും കഴിഞ്ഞിട്ടില്ല, നിശ്ചയം മാത്രമല്ലേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ, പക്ഷേ അവർ ഒരുമിച്ച് താമസിച്ചിട്ടൊക്കെ ഉണ്ട്, ഈ ഡയറിയിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഡയറി എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അത് വായിച്ചിട്ട് ഗ്രേസമ്മയും മാമച്ചായനും ഷോക്കാവുകയാണ്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് അവർക്ക് അറിയത്തില്ലല്ലോ, ഇങ്ങനെ ഗർഭിണിയായ കാര്യമൊന്നും അവർക്ക് അറിയത്തില്ല. അപ്പോൾ അവരാകെ ഷോക്കാവുകയാണ്. അപ്പോൾ ആ കുഞ്ഞിപ്പോൾ എന്തായിരിക്കും മാമച്ചായ ചെയ്യുന്നത്, മാമച്ചായ നോക്കി നമ്മുടെ മോൻ്റെ കുഞ്ഞ് ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ശരിയാ, ഭയങ്കര സന്തോഷം തോന്നുകയാണ് മാമച്ചായന്. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ഒരു പക്ഷേ ആ ചേച്ചി ആ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തുന്നുണ്ടെങ്കിലോ എന്നിങ്ങനെ ചിന്തിക്കുകയാണേ, നമുക്കൊന്ന് പോയി അന്വേഷിച്ചാലോ എന്ന് ചോദിക്കുകയാണ് രേവതിക്കുട്ടി. അപ്പോൾ മാമച്ചായനും ഗ്രേസമ്മയും പറയുന്നുണ്ട്, ജോമോ മരിച്ചതിന് ശേഷം ഞങ്ങൾ അവളെപ്പറ്റി അന്വേഷിച്ചിട്ടേ ഇല്ല, ഇനി ചെല്ലുമ്പോൾ അവരെങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നൊക്കെ ചോദിക്കുകയാണ്. ആൻറ്റിക്കും അങ്കിളിനും അറിയാവോ, അവരുടെ വീട് എവിടെയാണെന്ന് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ, വീടൊക്കെ അറിയാം, തൊടുപുഴയിലാണ്, തൊടുപുഴയിലെ ഒരു വലിയ കുടുംബമാണ്, ഒരു കുരിശിങ്കൽ ഫാമിലി എന്ന് പറയുന്ന ഒരു വലിയ കുടുംബമാണ്,
പിന്നെ ഷെറിൻ്റെ ഒരു സഹോദരൻ പട്ടാളത്തിലും ആയിരുന്നു, ഒരു മിലിറ്ററിക്കാരനാണ്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ രവതിക്കുട്ടി പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ, ഒരു പക്ഷേ ചേച്ചിയുടെ അടുത്ത് നമ്മുടെ കുഞ്ഞുണ്ടെങ്കിലോ, ജോമോൻ ചേട്ടൻ്റെ കുഞ്ഞുണ്ടെങ്കിലോ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാലോ, ഇനി ചേച്ചി വേറെ വിവാഹം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിലും ആ കുഞ്ഞിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാലോ എന്നൊക്കെ രവതിക്കുട്ടി പറയുമ്പോൾ മാമച്ചായൻ്റെയും ഗ്രേസമ്മയുടെയും കണ്ണിൽ പൂത്തിരി കത്തിയ പോലെയാണ്, ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കിയാലോ മാമച്ചായൻ ചോദിക്കുമ്പോൾ നമ്മളിനി ചെല്ലുമ്പോൾ അവരെങ്ങനെ പ്രതികരിക്കും, അവർക്കറിയാലോ മാമച്ചായ നമ്മുടെ അവസ്ഥ, നമ്മുടെ മകൻ പോയില്ലേ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലാഞ്ഞതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ പറയണം. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് അവരെങ്ങനെ പ്രതികരിക്കും അറിയില്ലല്ലോ ഗ്രേസമ്മയെന്ന് പറയണം മാമച്ചായൻ. എന്തായാലും നമുക്ക് അവിടെ വരെ പോയി നോക്കാം മാമച്ചായൻ, നമ്മുടെ മകൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ നമുക്ക് അവസാനമായിട്ട് നമുക്ക് അവൻ തന്നിട്ട് പോയ നിധിയല്ലേ ആ കുഞ്ഞ്, അത് ആൺകൊച്ചായിരിക്കുമോ പെൺകൊച്ചായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഗ്രേസമ്മ. എന്താണെങ്കിലും നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം മാമച്ചായ എന്ന് പറഞ്ഞ് മാമച്ചായനെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ മാമച്ചായൻ പറയണ്ട, ശരി എന്നാൽ നാളെ ആവട്ടെ നമുക്ക് പോകാമെന്ന് പറയണം. അങ്ങനെ പിറ്റേ ദിവസം ഗ്രേസമ്മയും മാമച്ചായനും കൂടെ ഷെറിനെ കാണാനായിട്ട് പോവാട്ടോ. രവതിക്കുട്ടി പോകുന്നില്ല, കാരണം രവതിക്കുട്ടി അവിടുത്തെ സെർവൻ്റ് അല്ല. അപ്പം ഇങ്ങനെ എങ്ങോട്ട് പോകുമ്പോഴൊന്നും അങ്ങനെ അവർ കൊണ്ട് നടക്കാറൊന്നുമില്ല. രവതിക്കുട്ടിയെ വീട്ടിൽ ഇരുത്തിയേക്കാണ്. അങ്ങനെ മാമച്ചായനും ഗ്രേസമ്മയും കൂടിയാണ് പോകുന്നത്. രവതിക്കുട്ടിയാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്, എന്താകും അവിടെ പോയിട്ട് സംഭവിക്കുക, ഷെറിൻ ചേച്ചിയെ കാണുമോ, ആ കുഞ്ഞിനെ കാണുമോ, ആ കുഞ്ഞുകൂടി ഇവിടെ വന്നിരുന്നെങ്കിൽ നല്ലതായേനെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഗ്രേസമ്മ കേട്ടോ. അങ്ങനെ രവതിക്കുട്ടി അങ്ങനെ അവർ മാമച്ചായനും ഗ്രേസമ്മയും കൂടെ തൊടുപുഴയിലുള്ള നമ്മുടെ ഷെറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു വലിയ തറവാട്ടുകാരാട്ടോ അവർ. അപ്പോൾ അവിടേക്ക് ചെല്ലുമ്പോൾ കുരിശിങ്കൽ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ തറവാട്ടുകാരാണ്. അപ്പോൾ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ആ സിറ്റ് ഔട്ടിൽ തന്നെ നമ്മുടെ മുത്തശ്ശൻ ഇരിപ്പുണ്ട് കേട്ടോ. അതായത് അവരുടെ അച്ഛൻ, അതായത് നമ്മുടെ ഷെറിൻ്റെ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ ഇവർ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണുമ്പോൾ അയാൾ ആദ്യം ഒന്ന് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ആളെ മനസ്സിലാവുകയാണ്, ഇങ്ങനെ മരിച്ചു പോയ ജോമോൻ്റെ അച്ഛനും അമ്മയാണെന്ന് മനസ്സിലാവുകയാണ്. പക്ഷെ മുഖത്തൊട്ടും താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല കേട്ടോ ഷെറിൻ്റെ അച്ഛൻ. അങ്ങനെ ഇവരോട് വലിയ അടുപ്പൊന്നും കാണിക്കുന്നില്ല. വാ കയറി ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങനെ സംസാരിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഷെറിൻ്റെ അച്ഛൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ. അതായത് കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഇതൊക്കെ എന്താ സംഭവം എന്ന് കുറച്ച് ലാസ്റ്റ് ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് പറയാം കേട്ടോ. അങ്ങനെ അവർ വന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ് ആ ഷെറിൻ്റെ അച്ഛൻ. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങൾ ഷെറിനെ ഒന്ന് കാണാമെന്ന് കരുതി വന്നതാ എന്ന് പറയുമ്പോൾ എന്തിനാ ഇപ്പം കാണുന്നത്, അവൾ എന്തിനാ ഇപ്പം കാണുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ എവിടെയാണ്, ഇവിടെ ഉണ്ടോ അതോ കല്യാണമൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാ ഇപ്പം അതൊക്കെ അന്വേഷിക്കുന്നത്, ഇപ്പം എത്ര വർഷമായി, ഇപ്പോഴാണോ നിങ്ങൾ അന്വേഷിച്ച് വരുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അവളുടെ അച്ഛൻ. അപ്പോൾ ഇവർക്ക് പറയാനൊന്നുമില്ല, അത് ഞങ്ങളുടെ അവസ്ഥ അറിയാലോ, ഞങ്ങളുടെ ഒരേ ഒരു മകനായിരുന്നില്ലേ, അവൻ പോയപ്പോൾ പിന്നെ ഞങ്ങൾ ആ ട്രോമയിലായിരുന്നു, ഞങ്ങൾ ആകെ ഒരു മാനസികാവസ്ഥ ഒക്കെ മോശമായിരുന്നു. അപ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട് ഗ്രേസമ്മ ആകെ മാനസിക വിഭ്രാന്തി പോലെ കുറച്ച് പ്രശ്നങ്ങളിലൊക്കെ ആയിരുന്നു, അതിൽ നിന്നൊക്കെ റിക്കവറായി വരാൻ ഒരുപാട് താമസിച്ചു എന്നൊക്കെ പറയാണ്. ഇപ്പം എന്താ ഇങ്ങനെ അന്വേഷിച്ച് വന്നേ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെയല്ല, ഒന്ന് ഷെറിനെ ഒന്ന് കാണണം, അപ്പോൾ അതിനു വേണ്ടി അന്വേഷിച്ച് വന്നതാന്ന് പറയണേ. അങ്ങനെ ചുമ്മാ ഷെറിനെ കാണാനായിട്ട് അന്വേഷിച്ച് വന്നതൊന്നുമല്ലല്ലോ, എന്തെങ്കിലും കാര്യമില്ലാതെ ഒന്നും ആയിരിക്കത്തില്ലല്ലോ വരുന്നത്, അവർക്ക് അത്രയ്ക്ക് താല്പര്യമില്ലാതെയാണ് പെരുമാറുന്നത് കേട്ടോ. അപ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് മോളെ ഒന്ന് കാണാൻ പറ്റുമോ, ഇവിടെ ഉണ്ടോ അതോ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ കല്യാണം കഴിഞ്ഞ് കൊച്ചുങ്ങളും കുടുംബമൊക്കെ ആയിട്ട് താമസിക്കുകയാണെന്ന് അയാൾ പറയണം. അപ്പോൾ അത് ഇവരിലൊരു നിരാശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമാവുകയാണ്. അങ്ങനെ ഇനിയിപ്പോൾ അവളെ കാണാൻ പറ്റില്ല അല്ലേ എന്നൊക്കെ പറയണം. അപ്പോൾ ഇവർക്ക് ചോദിക്കണമെന്നുണ്ട് കുഞ്ഞിൻ്റെ കാര്യം, പക്ഷേ എങ്ങനെ ചോദിക്കും ഉള്ളതുകൊണ്ട് ചോദിക്കാൻ ഇങ്ങനെ മടിക്കുകയാണ്. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഒരു വിവരം അറിഞ്ഞിട്ട് വന്നതാണ്, ഇപ്പോഴാണ് അത് അറിഞ്ഞത്, അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് ചോദിക്കുകയാണ്. ഷെറിൻ ഗർഭിണിയായിരുന്നോ ജോമോൻ മരിക്കുന്ന സമയത്ത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ അച്ഛൻ ഷോക്കാവുകയാണ്. നിങ്ങൾ എന്തായി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്, ഷെറിൻ ഗർഭിണിയായിരുന്നു അല്ലേ, ആ കുഞ്ഞ് എവിടെയാണ്, ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ, ആ കുഞ്ഞ് എവിടെയാണ്, ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ
അപ്പോൾ അയാൾ പറയുന്നത് ആ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ മരിച്ചുപോയി എന്ന് പറയാം കേട്ടോ. ആ കുഞ്ഞ് ജീവനോടെ ഇരിപ്പില്ലാതെ മരിച്ചുപോയി എന്ന് പറയാണ്, പ്രസവത്തിൽ മരിച്ചുപോയി എന്ന് പറയാണ്. അപ്പോൾ അത് ഇവർക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. മാമച്ചാനും ഗ്രേസമ്മയ്ക്കും ഭയങ്കര സങ്കടമാവുകയാണ്. ശരിക്കും ഞങ്ങൾ പറ്റിക്കാൻ പറയുന്നതാണ്. ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞങ്ങളുടെ മകൻ്റെ ഒരേ ഒരു പിൻഗാമിയായിട്ട് ഞങ്ങൾക്ക് ആകെ ഉള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ആ കുഞ്ഞാണ്. ആ കുഞ്ഞ് എവിടെയാണെന്നൊന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ് അവർ. അപ്പോൾ അയാൾ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ആ കുഞ്ഞ് മരിച്ചുപോയി എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇവർക്ക് ആകെ നിരാശ ഉണ്ടാവുകയാണ്. അതിന് വേറെ ഒന്നും സംസാരിക്കാനില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവരോട് പോകാൻ പറയുകയാണ്. അപ്പോൾ ഷെറിനെയും കാണാൻ പറ്റിയില്ല, കുഞ്ഞിനെയും കാണാൻ പറ്റില്ല. ആകെ നിരാശയോട് കൂടിയിട്ട് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുകയാണ്. അങ്ങനെ രേവതിക്കുട്ടിയാണെങ്കിൽ ഇവരിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇവർ പോയിട്ട് വരാൻ വൈകുന്നത് കണ്ടിട്ട് എന്തായിട്ടുണ്ടാവും, ഷെറിൻ ചേച്ചിയെ കണ്ടിട്ടുണ്ടാവുമോ, ആ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് ഭയങ്കര വിഷമായിട്ട് ഇരിക്കുകയാണ്. അപ്പം പോയ ആ സന്തോഷത്തിലെല്ലാം മാമച്ചാനും ഗ്രേസമ്മയും കയറി വരുന്നത് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ രേവതിക്കുട്ടിക്ക് എന്തോ പന്തികേട് തോന്നുകയാണ്. എന്തായി ആൻറ്റി, എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും അറിയണ്ടായിരുന്നു മോളെ, ഒന്നും അറിയണ്ടായിരുന്നു, ഇതൊക്കെ അറിഞ്ഞപ്പോൾ ആകെ പ്രതീക്ഷയായിരുന്നു, പക്ഷേ ഇപ്പോൾ കൂടുതൽ സങ്കടമായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയണം. എന്ത് പറ്റി എന്ന് വീണ്ടും രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ ഇനി എന്ത് പറ്റാനാ ഇതിൽ കൂടുതൽ, ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് അങ്ങോട്ടേക്ക് ചെന്നത്. ഷെറിൻ വേറെ വിവാഹമൊക്കെ കഴിച്ച് കുടുംബമൊക്കെ ആയിട്ട് താമസിക്കുന്നു. അപ്പോൾ ആ കുഞ്ഞ് പ്രസവത്തിൽ മരിച്ചു പോയെന്നാണ് അവർ പറഞ്ഞത് എന്ന് പറയണം. അത് കേട്ടിട്ട് രേവതിക്കുട്ടി ഭയങ്കര സങ്കടമാവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയാണ്. ഷെറിനെ കാണാൻ പറ്റിയില്ല, ആ കുഞ്ഞിനെ പറ്റിയും ഇങ്ങനെയാണ് ഒരു വിവരം കിട്ടിയത് എന്ന് പറയുമ്പോൾ എനിക്കത് ശരിയായിട്ട് തോന്നുന്നില്ല ആൻറ്റി. അവർ കള്ളം പറഞ്ഞതായിരിക്കും, ആ കുഞ്ഞ് മരിച്ചൊന്നും പോയിട്ടുണ്ടാവില്ല, ആ കുഞ്ഞിനെ കാണിക്കാതിരുന്നതായിരിക്കും എന്നൊക്കെ പറയാണ് രേവതിക്കുട്ടി. അവർ സത്യമായിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഗ്രേസമ്മയും മാമച്ചാനും പറയണം. നമുക്ക് ഒന്നുകൂടി പോയി അന്വേഷിച്ചാലോ, അവിടെ എവിടെയെങ്കിലുമൊക്കെ അന്വേഷിച്ചാലോ എന്ന് പറയുമ്പോൾ ഇനി ഒന്നിനും ഞാനില്ല, ഞങ്ങൾക്കാകെ സങ്കടമായിപ്പോയി, ഇനിയിപ്പോൾ അങ്ങോട്ട് പോവണ്ടായിരുന്നു എന്ന് വരെ തോന്നിപ്പോയി. ഷെറിനെയും കാണാൻ കഴിഞ്ഞില്ല, കുഞ്ഞിനെയും കിട്ടിയില്ല, ഇനി എന്ത് പ്രതീക്ഷയാണുള്ളത്, ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയണ്ടായിരുന്നു എന്നാ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ് ഗ്രേസമ്മയും മാമച്ചാനും. പക്ഷേ രേവതിക്കുട്ടിയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് എന്തോ വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് പോലെയാണ് നിൽക്കുന്നത്. ഒരു പക്ഷേ ഇവരോട് കള്ളം പറഞ്ഞതായിരിക്കും എന്നുള്ളൊരു ചിന്തയിൽ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഇതൊക്കെ സംഭവം കഥ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലീനയുടെ അച്ഛൻ്റെ സഹോദരിയാണ് ഈ ഷെറിൻ എന്ന് പറഞ്ഞ പെൺകുട്ടി. ജോമോൻ സ്നേഹിച്ചിരുന്ന, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരുന്ന പെൺകുട്ടി അലീനയുടെ അച്ഛൻ്റെ സഹോദരിയാണ്. അലീനയുടെ മുത്തശ്ശനാണ് ഇവരോട് സംസാരിച്ചതും കുഞ്ഞ് മരിച്ചു പോയി എന്ന് പറഞ്ഞതൊക്കെ. പക്ഷെ അതൊക്കെ കള്ളാണ്. കുഞ്ഞിനെ അവർ ഒരു ഓർഫനേജിലേക്ക് വളർത്താൻ കൊടുത്തതായിരുന്നു. അപ്പോൾ അവർ വളർത്താൻ കൊടുത്ത ഓർഫനേജും തന്നെ നമ്മുടെ ബ്രിജിത്താമ്മയുടേതായിരുന്നു. ബ്രിജിത്താമ്മയുടെ കയ്യിലാണ് കുഞ്ഞിനെ വളർത്താൻ കൊടുത്തത്. അത് മറ്റാരുമല്ല, നമ്മുടെ ചിന്നുകുട്ടിയാണ് ജോമോൻ്റെ, ഷെറിൻ്റെയും കുഞ്ഞ് ഗ്രേസമ്മയുടെയും മാമച്ചാൻ്റെയും പേരക്കുട്ടി എന്ന് പറയുന്നത് ചിന്നുകുട്ടിയാണ്. ഈ കഥയൊക്കെ തെളിഞ്ഞു വരികയും ചിന്നുകുട്ടിയെ ഗ്രേസമ്മയും മാമച്ചാനും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യട്ടോ. അതുപോലെ ഷെറിനെയും കൂട്ടിക്കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വരാൻ പോകുന്ന ഇത് ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ഒരു ഭാഗങ്ങളാട്ടോ ഈ സത്യം തെളിയുന്നതൊക്കെ. അപ്പോൾ നല്ലൊരു എപ്പിസോഡാണ്, നല്ല സ്റ്റോറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ.